UAE ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ദുബായിലെ ഇടത് കൂട്ടായ്മയായ ഓർമ്മ സംഘടിപ്പിക്കുന്ന കേരളോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 2 ദിവസം നീളുന്ന പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ, ചീഫ് സെക്രട്ടറി A. ജയതിലക്, നോർക്ക വൈസ് ചെയർമാൻ MA യൂസഫ് അലി തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദുബായ് അമിറ്റി സ്കൂൾ ഗ്രൗണ്ടിലാണ് 2 ദിവസം നീളുന്ന കേരളോത്സവം അരങ്ങേറുക. ഡിസംബർ 1-2 തീയതികളിൽ വൈകുന്നേരം 4 മുതലാണ് പരിപാടികൾ. 1 ലക്ഷത്തോളം പേരെയാണ് ഇത്തവണ മേളയിൽ പ്രതീക്ഷിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. ഡിസംബർ 1 വൈകുന്നേരം 6:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഗായകൻ വിധു പ്രതാപ്, രമ്യ നമ്പീശൻ, മസാല കോഫി ബാൻഡ് എന്നിവർ സംഗീത നിശയൊരുക്കും. 500 പേർ അണിനിരക്കുന്നതാണ് ഇത്തവണത്തെ മെഗാ തിരുവാതിര. തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 11:30 വരെ ഈ പരിപാടി ഉണ്ടായിരിക്കും. സാധാരണഗതിയിൽ കഴിഞ്ഞ വർഷമൊക്കെ തന്നെ പറഞ്ഞതിന് ശേഷവും നമ്മുടെ ആളുകൾ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ 2 സ്റ്റേജ് നമുക്കുണ്ട്, ഒപ്പം നമുക്ക് ഗ്രൗണ്ടിൽ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ തിരുവാതിര നടത്തുന്ന 500ഓളം വരുന്ന ആളുകൾ ഏതാണ്ട് 3:30 ഗ്രൗണ്ടിനകത്ത് ആദ്യ ദിവസം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സംവിധാനം കഴിഞ്ഞ വർഷം 300 ഉണ്ടായിരുന്നു, ഈ വർഷം അത് 500 കടന്നിട്ടുണ്ട് തിരുവാതിരയുടെ ആളുകളുടെ എണ്ണം. നാട്ടിലെ ഉത്സവം പോലെ നിരവധി സ്റ്റാളുകളും ആനച്ചമയം, കുടമാറ്റം, തെരുവ് നാടകം, ഒപ്പന, സൈക്കിൾ യജ്ഞം തുടങ്ങി വിവിധ പരിപാടികളോടെയാണ് കേരളോത്സവം ഒരുക്കുന്നത്. മുഖ്യമന്ത്രി നടത്തുന്ന ഗൾഫ് പര്യടനത്തിന്റെ സമാപനം കുറിക്കുന്ന പൊതുപരിപാടിയും ഇതായിരിക്കും. സംഘാടക സമിതി അംഗങ്ങളായ ഷിജു ബഷീർ, നൌഫൽ പട്ടാമ്പി, അനീഷ് മണ്ണാർക്കാട് തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1 ദുബായ്.